ഹലോ എവരിവൺ, 10th മാത്തമാറ്റിക്സിന്റെ ചാപ്റ്റർ 1 പാർട്ട് 6 നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സം ഓഫ് ടേംസ് എന്ന കോൺസെപ്റ്റ് ആണ്. അപ്പോൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സമ്മുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഐഡിയ ഡിസ്കസ് ചെയ്തിരുന്നു. അതായത് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, കണ്ടിട്ട് വേണം ഈ ക്ലാസ് കാണാനായിട്ട് കേട്ടോ. അതായത് രണ്ട് ടേം ഇതുപോലെ തരും. ഓക്കെ, എന്നിട്ട് ഈ രണ്ട് ടേമുകളുടെ സമ്മ് നമുക്ക് കണ്ടുപിടിക്കാൻ പറയും, അല്ലെങ്കിൽ ഈ രണ്ട് ടേമുകളുടെ സമ്മ് തന്നിട്ട് ഈ നടുക്കുള്ള ടേം കാണാനൊക്കെ ചോദിക്കുന്നു പറഞ്ഞു അല്ലെ. ഇവിടെ നമ്മൾ സം കണ്ടത് ആരുടെയൊക്കെയാ? ഒരു ടേമിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള ടേമിന്റെ സമ്മാണ് കണ്ടുപിടിച്ചത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതല്ല, മുഴുവൻ ടേമുകളുടെ സമ്മാണ്. അപ്പൊ അത് രണ്ടും നമ്മൾ വ്യത്യാസം അറിഞ്ഞിരിക്കണം കേട്ടോ, അല്ലെ അത് ഇതുകൂടെ കൺഫ്യൂഷൻ ആവും. ഇതിന് മുന്നേ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു ടേമിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള ടേമുകളുടെ സമ്മായിരുന്നു. ഇതല്ല, ഇത് മുഴുവൻ ടേമുകൾ. ഇപ്പൊ 3 ടേമാണെങ്കിൽ 3 ടേം, 10 ടേമാണെങ്കിൽ 10 ടേം ടേമുകളുടെ സം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതാണ്. ഓക്കെ, സം കാണാനുള്ള രണ്ട് ഇക്വേഷൻ ആണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ആദ്യം നമ്മൾ നോക്കേണ്ടത്, ഇപ്പൊ സമ്മ് കാണാൻ പറഞ്ഞിരിക്കുന്ന ടേമുകളുടെ എണ്ണം നോക്കുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1, 2, 3, 4, 5 5 ടേമുകളുടെ സമ്മാണ് നമുക്ക് കാണേണ്ടത് വിചാരിച്ചോ. 5 ടേമിന്റെ സമ്മാണ് കാണണമെങ്കിൽ ഈ മിഡിൽ ടേം അവര് തന്നിട്ടുണ്ടാവും. ഓക്കെ, മിഡിൽ ടേം തന്നിട്ടുണ്ടാവും. എന്നിട്ട് ഇക്വേഷൻ ഇതാണ്, സം ഓഫ് ടേംസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടേംസ് ഇൻറ്റു മിഡിൽ ടേം. നമ്പർ ഓഫ് ടേംസ് ഇൻറ്റു, ഇപ്പൊ തന്നെ പഠിച്ചു നോക്കണം കേട്ടോ, നമ്പർ ഓഫ് ടേംസ് ഇൻറ്റു മിഡിൽ ടേം ആയിരിക്കും. അപ്പൊ മിഡിൽ ടേം ആണെന്ന് ചിലപ്പോ പറയില്ല, തേർഡ് ടേം എന്നൊക്കെയാ പറയുള്ളൂ. അപ്പൊ നമ്മൾ ചിന്തിച്ചോളണം, തേർഡ് ടേം എന്ന് പറഞ്ഞാൽ 5 ടേമിൽ നിൽക്കുമ്പോൾ മിഡിൽ ടേം ആണെന്നുള്ള കാര്യം നമ്മൾ ചിന്തിച്ചെടുത്തോളണം കേട്ടോ. അപ്പൊ നമ്പർ ഓഫ് ടേംസ് ഇൻറ്റു മിഡിൽ ടേം. എന്നാൽ ഇത് യൂസ് ചെയ്യണ ഒരു കണ്ടീഷൻ ഉണ്ട്. ഇത് യൂസ് ചെയ്യണ ഒരു കണ്ടീഷൻ ആണ്, നമ്പർ ഓഫ് ടേംസ് ഓഡ് ആയിരിക്കണം. അപ്പൊ മാത്രമേ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നമ്പർ ഓഫ് ടേംസിന്റെ എണ്ണം എന്തായിരിക്കണം? ഓടായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ 5 ടേം എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞത്. 5 ടേമോ 7 ടേമോ 11 ടേമോ 21 ടേമോ ഒന്നും പ്രശ്നമില്ല, ഓഡ് നമ്പർ ആയിരിക്കണം ടേമിന്റെ എണ്ണം. ഓക്കെ, ഇത് മനസ്സിലാക്കാം. ഇനി ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടെ അറിയണം. ഇത് ബൈഹാർട്ട് ചെയ്യണം ഈ ഇക്വേഷൻ. ഈ രണ്ടാമത് ഞാനിത് പറയാൻ പോകുന്നത് നിങ്ങൾ ചെയ്ത് കണ്ടുപിടിച്ചാൽ, അതായത് ഇതിൽ നിന്ന് മിഡിൽ ടേം കാണാൻ ചിലപ്പോൾ ചോദിക്കും. മിഡിൽ ടേം കാണാൻ ചോദിക്കും. മിഡിൽ ടേം കാണാനാണ് ചോദിക്കേണ്ടതെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് സം ഓഫ് ടേം അല്ലെ. ഇവിടെ സം ഓഫ് ടേം അല്ല, സം ഓഫ് ടേം ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ ഇൻറ്റു നമ്പർ ഓഫ് ടേം അല്ല വന്നേക്കുന്നത്, ഇതിന് അങ്ങോട്ട് ഇടണ്ടേ. അപ്പൊ എന്താവും? ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ടേംസ്. ഇത് രണ്ടും ചോദിക്കുന്നതാണ്. ഏതെങ്കിലും ഒരെണ്ണം നന്നായിട്ട് ബൈഹാർട്ട് ചെയ്ത് വെച്ചാൽ മതി. ഒന്നല്ലെങ്കിൽ മിഡിൽ ടേം കാണാനുള്ള ഇക്വേഷൻ ബൈഹാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ സം കാണാനുള്ള ഇക്വേഷൻ, ഏതാണോ എളുപ്പം അത് ബൈഹാർട്ട് ചെയ്യാം. ഓക്കെ, ഇനി അപ്പൊ ഇത് ഓടിനാണല്ലോ, എന്നാ പിന്നെ ഈവന് ഒരെണ്ണം വേണ്ടേ? പിടിച്ചോ, ഈവൻ ഉള്ള ഇക്വേഷൻ പിടിച്ചോട്ടോ. ഒരു എക്സാമ്പിൾ പറയാനില്ല, 6 ടേം ഉണ്ടെന്ന് വിചാരിച്ചു. 6 ടേം ശ്രദ്ധിച്ചോട്ടോ. 6 ടേം ഉണ്ടെങ്കിൽ അവിടെ എത്ര പേരുണ്ടാവും? നമ്മൾ പേർ എടുക്കുന്നത് പറഞ്ഞില്ലേ, ഈവൻ ടേമിൽ നമ്മൾ സീക്വൻസിൽ പേർ എങ്ങനെയാണ് നമ്മൾ സാറിന് കൺസിഡർ ചെയ്യുന്നത്? കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കൺസിഡർ ചെയ്തല്ലേ, ഇങ്ങനെയാണ് പേരുകളെ നമ്മൾ എടുക്കുന്നത്. കാരണം ഇത് വെച്ച് ഒരുപാട് പ്രയോജനങ്ങളുണ്ട് അല്ലെ. അപ്പുറത്തുള്ള ഈ ടേമുകളിലെല്ലാം സം ഈക്വൽ ആയിരിക്കും, ഇങ്ങനെ കുറച്ച് ഐഡിയ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു കേട്ടോ. ഇത് 3 പേരാണുള്ളത് അല്ലെ. അപ്പൊ ഈവൻ ടേം ആണ്, ശ്രദ്ധിച്ചോണ്ട് പിള്ളേരെ, സം ഓഫ് ടേംസ് ഈവൻ ആണെങ്കിലുള്ള ഇക്വേഷൻ ആണിത്. സോറി, നമ്പർ ഓഫ് ടേംസ് ഈവൻ ആണെങ്കിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്പർ ഓഫ് പെയർ, ഇതാണ് ഐഡിയ. നമ്പർ ഓഫ് പെയർ ഇൻറ്റു സം ഓഫ് വൺ പെയർ. ശ്രദ്ധിച്ചോളൂ കേട്ടോ, നമ്പർ ഓഫ് പെയർ ഇൻറ്റു സം ഓഫ് വൺ പെയർ. ഓക്കെ, ഇതിൽ ഒരു പെയറിന്റെ സമ്മ് നമുക്കറിയാലോ, ഒരു 50 ആണെന്ന് വിചാരിച്ചോ. ഇത് തന്നെയാണല്ലോ എല്ലാ പെയറിനും കിട്ടുക, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതല്ലേ. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഒരു 20 എടുത്തിട്ട് എത്ര പെയറുണ്ടെന്ന് നോക്കിയിട്ട് അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 20 × 3 എന്ന് ചെയ്താൽ പോരെ. ഓക്കെ, ഇതാണ് ഐഡിയ കേട്ടോ. ഇതിനെന്താ കണ്ടീഷൻ ഉള്ളത്? നമ്പർ ഓഫ് ടേംസ് ഈവൻ ആകുമ്പോൾ ഉള്ള കണ്ടീഷനാണ്. നമ്പർ ഓഫ് ടേംസ് ഈവൻ ആകുമ്പോഴാണ് ഇത് ഉപയോഗിക്കേണ്ടത്. ഇതിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മിഡിൽ ടേം അപ്പുറത്ത് കണ്ടുപിടിച്ചില്ലേ, അതുപോലെ നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം? ഇതൊക്കെ കൃത്യമായിട്ട് എഴുതി വെച്ചോളാം, വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇതിൽ നിന്ന് സം ഓഫ് വൺ പെയർ കാണാൻ ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? സം ഓഫ് ടേംസിൽ നിന്ന് ആരെ ഡിവൈഡ് ചെയ്യണം? നേരത്തെ നമ്പർ ഓഫ് ടേംസ് അല്ലേ ഡിവൈഡ് ചെയ്തത്, ഇവിടെ നമ്പർ ഓഫ് പെയറുകൾ ഡിവൈഡ് ചെയ്താൽ മതി. ഇതെങ്ങനെ വന്ന് മനസ്സിലായോ? മുകളിലത്തെ ഇക്വേഷനിൽ സം ഓഫ് വൺ പെയർ കാണാൻ വേണ്ടി ഇവന്റെ അടുത്ത് ഇങ്ങോട്ട് ഇട്ടു, അത്രേ ഉള്ളൂ. ഓക്കെ, ഈ രണ്ട് ഇക്വേഷൻ, അതായത് ആദ്യം പറഞ്ഞ ഇക്വേഷൻ രണ്ടാമത് പറഞ്ഞ ഇക്വേഷൻ നന്നായിട്ട് ബൈഹാർട്ട് ചെയ്ത് ഓക്കെ ആക്കി വെച്ചേക്കണം. അതുപോലെ തിരിച്ചിട്ട് നമ്പർ ഓഫ് ടേമും സം ഓഫ് വൺ പെയറും മിഡിൽ ടേമും കാണാനും. അങ്ങനെ രണ്ട് ഇക്വേഷൻ കേട്ടോ. ഇത് ഓക്കെ ആണെങ്കിൽ നമ്മൾ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇപ്പൊ തന്നെ ഇത് ബൈഹാർട്ട് ചെയ്തോ, ഇതാ പിടിച്ചു. ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തരാൻ പോവാം. ഓക്കെ, നിങ്ങൾ തന്നെ പോസ് ചെയ്തിട്ട് ഞാൻ ഈ പറഞ്ഞ ഐഡിയ വെച്ച് ചെയ്ത് നോക്കണം. അത് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യാം? വീണ്ടും പ്ലേ ചെയ്യാം, ഞാൻ ചെയ്ത് നോക്കാം കേട്ടോ. അതാ അങ്ങനെ വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് തിരിയില്ല. ഓക്കെ, ഇതാ പിടിച്ചു. ഇതാണ് ടേം കേട്ടോ.
ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ സം ഓഫ് അല്ലെ 9th 10th 11th ടേമിന്റെ സം തന്നിട്ടുണ്ട്. എത്ര തന്നേക്കുന്നത് 90 ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മളോട് എന്ത് കാണാനാ പറഞ്ഞിരിക്കുന്നത്? നമ്മളോട് ഇതൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് ഈ സീക്വൻസ് ആണ്. ഫസ്റ്റ് 3 ടേംസ് ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ച് മനസ്സിലായിക്കൊള്ളാം. ഇവിടെ ഈ 3 ടേം ഉണ്ടല്ലോ, ആരൊക്കെയാ? 9th 10th ഞാൻ ഒന്ന് വരയ്ക്കാവേ. 9th ടേം 10th ടേം 11th ടേം. 9th 10th 11th. ഇവരുടെ 3 പേരുടെ സം നമുക്കറിയാലോ. ഇവരുടെ 3 പേരുടെ സം എത്രയാ? ഇവരുടെ 3 പേരുടെ സം ഈസ് ഈക്വൽ ടു 90. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവന്റെ മിഡിൽ ടേം നമ്മൾ കണ്ടുപിടിക്കൂലേ? അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. മിഡിൽ ടേം കാണേണ്ടെന്ന് ക്വസ്റ്റ്യൻ പറയില്ല, അത് നമ്മൾ ചിന്തിക്കണം. ഇവിടെ എന്തിനാ മിഡിൽ ടേം? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു അരിത്മെറ്റിക് സീക്വൻസ് എഴുതാൻ വേണ്ടത് അതിൽ ഏതെങ്കിലും ഒരു ടേമും കോമൺ ഡിഫറൻസും ആണ്. ഫസ്റ്റ് പഠിച്ചാണ് അരിത്മെറ്റിക് സീക്വൻസിന്റെ ക്ലാസ്സിൽ അല്ലെ. അരിത്മെറ്റിക് സീക്വൻസ് എഴുതണമെങ്കിൽ നമുക്ക് ഇവിടെ കോമൺ ഡിഫറൻസ് ഉണ്ട്, ഏതെങ്കിലും ഒരു ടേം അറിയണം അല്ലെ. നമുക്ക് 10th ടേം ഈ ഐഡിയ വെച്ച് കണ്ടുപിടിക്കാം. എങ്ങനെന്താ ഇക്വേഷൻ? ആദ്യം നമ്മൾ ബൈഹാർട്ട് ചെയ്യുന്ന ഇക്വേഷൻ പറ. നമ്മൾ ബൈഹാർട്ട് ചെയ്യുന്ന ഇക്വേഷൻ എന്താ? സം ഓഫ് ടേംസ് ഈസ് ഈക്വൽ ടു അല്ലെ, സം ഓഫ് ടേംസ് ഈസ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ? number of terms into middle term. number of terms into middle term. middle term കാണാനുള്ള ഇക്വേഷൻ എന്താ? middle term is equal to, middle term ഞാൻ ഷോർട്ട് ആക്കി എഴുതുവാണ് കേട്ടാ. middle term equal to sum divided by number. ഉറപ്പിച്ചോളണം കേട്ടാ, sum divided by number. ഇവിടെ സം എത്രയാ? 90 അല്ലെ. 90 എത്ര ടേം ഉണ്ട്? 3 ടേം. അപ്പൊ എത്ര കിട്ടും? 90/3 30 എന്ന് കിട്ടും. അതായത് എത്രാമത്തെ ടേം ആണ്? 10th ടേം. 10th ടേം ആണല്ലോ ഇവിടുത്തെ മിഡില്. 10th ടേം നമുക്ക് എന്ത് കിട്ടും? 30 എന്ന് കിട്ടും. ഹിയർ we found the 10th term as 30. Okay, now common difference is given as 2. So we can find any term. Okay, so we can find any term in this sequence. എങ്ങനെ? common difference equal to 2 ആണ്. 10th term തന്നിട്ടുണ്ട് അല്ലെ. ഇതിൽ നിന്ന് ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാലോ. നമ്മളൊരു ക്ലാസ് മുഴുവൻ അതിനെടുത്താണ്. എങ്ങനെ ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കണേ? ഫസ്റ്റ് ടേം ഈസ് ഈക്വൽ ടു 10th ടേം അറിയാലോ അല്ലെ. ടേമുകൾ തമ്മിൽ കണക്ട് ചെയ്യുക. എന്താ 10th ടേമും ഫസ്റ്റ് ടേം തമ്മിലുള്ള ബന്ധം? 10th ടേമിൽ നിന്ന് 10ൽ നിന്ന് എത്ര കുറയ്ക്കുമ്പോഴാണ് 1 കിട്ടണമെന്ന് ആലോചിച്ചാൽ മതി. 9. ഇവിടെ 10th ടേമിൽ നിന്ന് എത്ര ഡി കുറയ്ക്കണം? 9. അങ്ങനെ ആലോചിച്ചാൽ മതി കേട്ടോ. 10th ടേമിൽ നിന്ന് 9 തവണ കോമൺ ഡിഫറൻസ് കുറയ്ക്കുമ്പോഴാണ് ഫസ്റ്റ് ടേമിലേക്ക് എത്തുക. അപ്പൊ ഇവിടെ 10th ടേം എത്ര തന്നേക്കുന്നത്? 10th ടേം തന്നേക്കുന്നത് 30. നമുക്ക് കിട്ടിയത് 30 ആണ്. അതിൽ നിന്ന് 9 ഡി കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ 9 into 2 18 കുറയ്ക്കാന്നാണ്. which is equal to 12. ഫസ്റ്റ് ടൈം കിട്ടിയില്ലേ 12. കോമൺ ഡിഫറൻസ് 2 ആണെന്നറിയാലോ. ഇനി സീക്വൻസ് എഴുതാൻ വല്ല പാടുണ്ടോ? 12 14 16 ഇങ്ങനെ 18 20 എന്നും പറഞ്ഞു. ഇതാണ് സീക്വൻസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഐഡിയ ക്ലിയർ ആണ്. ഇതാ പഠിച്ചോ. വീണ്ടും ഒരു ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കണ്ടോ, റൈറ്റ് 3 arithmetic sequence with the sum of first 7 term as 70. അതാണ് സംഭവം കേട്ടോ. മനസ്സിലായിക്കോളൂ കേട്ടോ. അതായത് ഇവിടെ 3 അരിത്മെറ്റിക് സീക്വൻസ് ഉണ്ടാക്കണം. 7 ടേമിന്റെ സം 70 ആണെന്നാ പറഞ്ഞേക്കണേ. 1 2 3 3 ടേം 7 ടേം ഉണ്ടല്ലോ. ടോട്ടൽ 7 ടേം ഉണ്ട്. 7 ടേം ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ 7 ടേമുകളുടെ സം ആണ് അവർ നമുക്ക് തന്നേക്കുന്നത്. സം ഈസ് ഗിവൺ ആസ് 70. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ ഒരാളെ കണ്ടുപിടിക്കാലോ അല്ലെ. ഒരാളെ കണ്ടുപിടിക്കാം. ആരെ കണ്ടുപിടിക്കാം? നടുക്ക് നിൽക്കുന്ന ആളെ. ഇത് 7 ആയില്ല, ഒരെണ്ണോടെ വേണം അല്ലെ. ആരെ നടുക്ക് നിൽക്കുന്ന ആളാരാ? ഇത് ഫസ്റ്റ് ടൈം അല്ലെ. ഫസ്റ്റ് ടൈം, ഇത് സെക്കൻഡ്, ഇത് തേർഡ്, 4th 5th 6th 7th. ഇതിലാരാ നടുക്ക് നിൽക്കുന്നത്? 4th ടൈം അല്ലെ നടുക്ക് നിൽക്കുന്ന ടൈം. ഈ ടൈമിനെ നമുക്ക് കണ്ടുപിടിച്ചൂടെ? എന്താ നമ്മുടെ ഇക്വേഷൻ? എന്താ? സം ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടൈം. ഞാൻ ഷോർട്ട് ആക്കി എഴുതും കേട്ടോ. നമ്പർ ഓഫ് ടേം ഇൻറ്റു മിഡിൽ ടൈം. എക്സാമിന് ഫുൾ ആയിട്ട് തന്നെ എഴുതണേ. നമ്പർ ഓഫ് ടേം ഇൻറ്റു മിഡിൽ ടൈം. അവിടെ നിന്ന് മിഡിൽ ടൈം കാണാനുള്ള ഇക്വേഷൻ എന്താ? മിഡിൽ ടൈം കാണാൻ വേണ്ടിയിട്ട് സം ഡിവൈഡഡ് ബൈ നമ്പർ. ഇവിടെ എത്ര സം തന്നേക്കുന്നത്? 70. ഇവിടെ സം തന്നേക്കുന്നത് 70. എത്ര ടൈം ഉണ്ട്? 7. സോ മിഡിൽ ടൈം എത്രയാണ്? 10. മിഡിൽ ടൈം 10 ആയിരിക്കണം. അതായത് എന്താ സംഭവം എന്ന് അറിയാം, ശരിക്കും മനസ്സിലാക്കണം. ഒരു അരിത്മെറ്റിക് സീക്വൻസിൽ 7 ടൈം ഉണ്ടെന്ന് വിചാരിച്ചോ. 7 ടൈം ഉണ്ട്. അതിന് സം 70 ആണെങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ മിഡിൽ ടൈം 10 വരാൻ പാടുള്ളൂ. വേറെ ഒരു മിഡിൽ ടൈമും അതിന് വരാൻ പാടില്ല. അപ്പുറത്തേക്ക് എന്ത് വേണമെങ്കിൽ വരാം, നോ പ്രോബ്ലം കേട്ടോ.
അതുകൊണ്ടാണ് 3 സീക്വൻസ് അവർ ഉണ്ടായിക്കൊള്ളാൻ പറയണത്. പക്ഷെ മിഡിലിൽ 10 മാത്രമേ വരാൻ പാടുള്ളൂ. നല്ല നമ്മുടെ ഇക്വേഷൻ ശരിയാവുള്ളൂ. സം ഡിവൈഡ് ബൈ നമ്പർ എന്ന് പറയുന്ന ഇക്വേഷൻ അല്ലെങ്കിൽ റോങ് ആയി പോകില്ലേ. അപ്പൊ മിഡിൽ ടേം ആയിട്ട് ആര് മാത്രമേ വരാൻ പാടുള്ളൂ? 10 മാത്രമേ വരാവുള്ളൂ. ഇനി ഒരു കോമൺ ഡിഫറൻസ് നിങ്ങൾ എടുത്തിട്ട് എത്ര ഏത് സീക്വൻസുകളിൽ ഉണ്ടാക്കിക്കോളൂ, സെയിം മറ്റേ ഈ പറയുന്ന ഇത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടാവും. ഇതേ കണ്ടോ. ഇപ്പൊ നടുക്ക് 10 വന്നാൽ മതി. നടുക്ക് 10 വന്നുള്ള ഒറ്റ കണ്ടീഷനുള്ളൂ. 7 ടേം അല്ലേ, ഇത് ഇവിടെ കണ്ടോട്ടോ. 1 1 2 3 നടുക്ക് 10 വന്നു കേട്ടോ. 4 5 6 7 ഓക്കെ, 7 ടേം ഉണ്ടല്ലോ. ഇനി ഒരു കോമൺ ഡിഫറൻസ് കൊടുക്കുക. എത്ര കൊടുക്കാൻ പറ്റുക നമുക്ക്? ഒരു 1 കോമൺ ഡിഫറൻസ് കൊടുക്കുക, എളുപ്പമുണ്ടല്ലോ. കുറയ്ക്ക്. 9 8 7 11 12 30. ഇനി എല്ലാം കൂടെ കൂട്ടി വയ്ക്കുക, 70 ആയിരിക്കും. 21 33 46 53 സോറി 46 15 24 34 45 47 47 70 കറക്റ്റാ കേട്ടോ. കണ്ടാ, ഇനി വേറെ ഒരെണ്ണം കൊടുക്കാം. നടുക്ക് 10 ആവണമെന്നുള്ളൂ. നടുക്ക് 10 വന്നാൽ മതി കേട്ടോ. നടുക്ക് 10 വന്നാൽ നിങ്ങൾ എത്ര സീക്വൻസ് ഉണ്ടാക്കിയാലും അതിന്റെ സം എത്രയായിരിക്കും? 70 തന്നെ വരുള്ളൂ. അതിന് 2 കുറച്ച് പോയി 8 അല്ലെ, 8 6 4 12 14 16 എല്ലാം കൂടെ കൂട്ടി നോക്കി. 30 42 52 60 70 70 വരുള്ളൂ. ഇനി വേണം എത്ര വേണമെങ്കിലും ഉണ്ടാക്കാലോ. നടുക്ക് 70 വന്നെന്നുള്ളൂ. അപ്പൊ നമ്മളോട് സീക്വൻസ് ഉണ്ടാക്കാൻ പറയുന്നതുകൊണ്ട് ഇത് എളുപ്പമാണ്. മിഡിൽ ടൈം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും എന്ത് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. കോമഡി മറ്റേ ഇതായിരിക്കണം, സീക്വൻസ് ആവണമെന്നുള്ളൂ. ഇനി 3 കുറച്ച് പോകും. 10 3 കുറച്ച് എത്രയാ? 7 7 3 കുറച്ചാ 4 4 3 കുറച്ചാ 1 കൂട്ടിപ്പോ 13 16 19. ഇനി എല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്കി, 70 വരുള്ളൂ. മിഡിൽ ടൈം 10 ആണോ, സമ്മ് 7 ടേംസ് ആണോ ഉള്ളത്, എനിക്ക് ഉറപ്പായിട്ട് സമ്മ എത്രയായിരിക്കും? 70 ആയിരിക്കും. ഈ ഐഡിയ ഉണ്ടാവണം. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം കേട്ടോ. നോക്കിക്കോളൂ. ഇവിടെ ആദ്യത്തെ 3 ടേമിന്റെ സം 30 ആണ്. ആദ്യത്തെ 7 ടേമിന്റെ സം 140 ആണ്. കണ്ടോ, അപ്പൊ 2 കണ്ടീഷൻ അവിടെ അല്ലെ. ആദ്യത്തെ 3 ടേമിന്റെ സം 30 ആണ്. 1 2 3. ആദ്യത്തെ 3 ടേമിന്റെ സം 30. ഈ 3 ടേമിന്റെ സം 30 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്, ഇത് തേർഡ്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് 7 ടേമിന്റെ സം എടുക്കാണ്. 7 ടേം എന്ന് പറയുമ്പോൾ ഇനി ഒരു 3 എണ്ണം വരും അല്ലെ. ആദ്യത്തെ 7 ടേമിന്റെ സം 4 5 6 7. ഏഴ് ടേം. ഈ 7 ടേമിന്റെ കൂടെ സം എത്രയാന്ന് പറഞ്ഞേക്കുന്നത്? 7 ടേമിന്റെയും കൂടെ സം അവർ പറഞ്ഞിരിക്കുന്നത് 140 എന്നാണ്. ശ്രദ്ധിച്ചോളൂ കേട്ടോ, 140. അപ്പോ ഇത് 4th ടേം, ഇത് 5th ടേം, ഇത് 6th ടേം, ഇത് 7th ടേം. ഇനി നമ്മളോട് ഏത് ടേം കാണാൻ അവർ പറഞ്ഞേക്കുന്നത് നോക്കി. നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് സെക്കൻഡ് ടേം ആണ്. എങ്ങനെ കണ്ടുപിടിക്കും സെക്കൻഡ് ടേം? ഒന്ന് ആലോചിച്ച് നോക്കി. ഈ സെക്കൻഡ് ടേമിന് എന്താ സ്പെഷ്യാലിറ്റി ഉള്ളത്? മിഡിൽ ടേം ആണ്. ആദ്യത്തെ 3 ടേം കൺസിഡർ ചെയ്താൽ ആരാ മിഡിൽ ടേം? സെക്കൻഡ് ടേം. നമുക്ക് സം അറിയാലോ, ഈസി ആയിട്ട് കണ്ടുപിടിച്ചൂടെ? എന്താ ഫോർമുല? മിഡിൽ ടേം ഈസ് ഈക്വൽ ടു, ഇനി ഞാൻ മിഡിൽ ടേമിന്റെ ഫോർമുല മാത്രമായിട്ട് എഴുതണുള്ളൂ. മിഡിൽ ടേം ഈക്വൽ ടു സം ബൈ നമ്പർ അല്ലെ. മിഡിൽ ടേം എന്ന് പറയുന്നത് എന്താണ്? സം ഡിവൈഡഡ് ബൈ നമ്പർ ആണ്. എന്താണ് ആദ്യത്തെ 3 ടേമിന്റെ സം എത്രയാ? 3 ടേമിന്റെ സം 30 ആണ് അല്ലെ. ഡിവൈഡഡ് ബൈ നമ്പർ ചെയ്യണം അല്ലെ. 30 by 3 which is equal to 10. അപ്പൊ മിഡിൽ ടേം നമുക്ക് എന്ത് കിട്ടി? 10 എന്ന് കിട്ടി. ഓക്കെ, മിഡിൽ ടേം 10 എന്ന് കിട്ടി. ഇനി നമ്മളോട് അടുത്തത് കാണാൻ ചോദിച്ചിരിക്കുന്നത് ഏതാ നോക്കി. നമ്മളോട് അടുത്തത് കാണാൻ ചോദിച്ചിരിക്കുന്നത് 4th ടേം ആണ് അല്ലെ. വാട്ട് ഈസ് ദ 4th ടേം ഓഫ് ദിസ് സീക്വൻസ്? അപ്പൊ നിങ്ങൾ നോക്കി, 4th ടേം എന്ന് പറയുന്ന ആരുടെ മിഡിലാ? ആദ്യത്തെ 7 ടേമുകളുടെ മിഡിലാ. കണ്ടോ, മിഡിൽ എന്ന് അവർ പറഞ്ഞിട്ടില്ല, അത് നമ്മൾ ചിന്തിക്കണം കേട്ടോ. 4th ടേം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 7 ടക്ക് നിങ്ങൾക്ക് മനസ്സിലാവണമല്ലോ, എഴുതിക്കൊള്ളണം. 4th ടേം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 7 ടേമിന്റെ മിഡിൽ ടേം ആണ്. അതുകൊണ്ട് ഇവിടെയും സെയിം നമ്പർ നമ്മൾ യൂസ് ചെയ്യും. എന്ത് യൂസ് ചെയ്യും? ഇവിടെ കണ്ടോ, മിഡിൽ ടേം കാണാൻ വേണ്ടിയിട്ട് മിഡിൽ ഈസ് ഈക്വൽ ടു അപ്പൊ ഇവിടെ മിഡിൽ സെക്കൻഡ് എന്ന് കൊടുത്തോളൂ കേട്ടോ. ആദ്യത്തെ 3 ടേം എടുക്കുമ്പോൾ മിഡിൽ സെക്കൻഡ്, ആദ്യത്തെ 7 ടേം എടുക്കുമ്പോൾ മിഡിൽ ആരാ? 4th ടേം. സം ഡിവൈഡഡ് ബൈ നമ്പർ. ഇവിടെ സം എത്രയാ? ആദ്യത്തെ 7 ടേമിന്റെ സം നോക്കണം കേട്ടോ. ഇനി 140 അല്ലെ.
140 കിട്ടും. 140 ഡിവൈഡഡ് ബൈ എത്ര നമ്പർ ഉണ്ട് ഇവിടെ? 7 നമ്പർ ഉണ്ട്. വിച്ച് വിൽ ഗീവ് 20. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഫോർത്ത് ടൈം അല്ലെ? ഫോർത്ത് ടൈം എന്ത് കിട്ടി? 20 എന്ന് കിട്ടും. ഇതാണ് ഐഡിയ. ഇനി ക്വസ്റ്റ്യൻ കണ്ടിന്യൂ ചെയ്യാണ്. വാട്ട് ആർ ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദി സീക്വൻസ്? ഓക്കെ, നമ്മൾ ഈ ഐഡിയ പഠിച്ചേക്കുന്നല്ല. ഒരു സീക്വൻസിലെ ഏതെങ്കിലും 2 ടേം അറിയാമെങ്കിൽ നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചൂടെ? അല്ലെ? എങ്ങനെയാ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക? കോമൺ ഡിഫറൻസ് കാണാനുള്ള ഇക്വേഷൻ d ഈസ് ഇക്വൽ ടു ടേമിന്റെ ഡിഫറൻസ് എടുക്കുക ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അടുത്തടുത്തുള്ള ടേം ആണെങ്കിൽ നേരെ കുറച്ചാൽ മതിയായിരുന്നു. ഇത് അടുത്തടുത്തുള്ള ടേം അല്ല, അതുകൊണ്ട് ഈ മെത്തേഡ് ഉപയോഗിക്കണം കേട്ടോ. ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടേം ഡിഫറൻസ് കുറയ്ക്കുക, 20 നിന്ന് 10 കുറയ്ക്കുക. അതിലെ ടേമുകൾ 20 നിന്ന് 10 കുറയ്ക്കും. അപ്പൊ 2 ടേം അറിഞ്ഞാൽ നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. 20 മൈനസ് 10. ഇനി പൊസിഷൻ ഡിഫറൻസ് എടുക്കുക. ഇവരുടെ സ്ഥാനങ്ങൾ എത്ര ഡിഫറൻസ്? ഒരാൾ ഫോർത്ത് ടേം ആണ് അല്ലെ? കണ്ടില്ലേ? ഒരാൾ ഫോർത്ത് ടേം ആണ്, ഒരാൾ സെക്കൻഡ് ടേം ആണ്. 4 മൈനസ് 2 എന്ന് വരും. അപ്പൊ എന്ത് വരും? 10/2 വിച്ച് ഇസ് ഈക്വൽ ടു 5. കോമൺ ഡിഫറൻസ് 5 കിട്ടിയില്ലേ? ഇപ്പോൾ എളുപ്പമായില്ലേ? ഞങ്ങൾ ആഡ് ചെയ്ത് പോയാൽ പോരെ? എത്ര വരും? കോമൺ ഡിഫറൻസ് 5 ആണെങ്കിൽ ഇത് എത്രയാ? 5 അല്ലെ? ഇത് കറക്റ്റ് ആയിരിക്കും. നോക്കി, 5, 10, 15, 20 കണ്ടോ? 25, 30, 35. ആ പറഞ്ഞ കണ്ടീഷൻ എല്ലാം മീറ്റ് ചെയ്തിട്ടുള്ള നോക്കി. ആദ്യത്തെ 3 ടേമിന്റെ സം എത്രയാ? 30. എല്ലാ ടേമുകളുടെ സം എടുത്ത് നോക്കി, 140 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ സമ്മുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ചെയ്യേണ്ടത് കേട്ടോ. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നോക്കി, സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് ഈസ് 150 എന്നാ പറഞ്ഞേക്കുന്നത് അല്ലെ? അപ്പൊ ആദ്യത്തെ 5 ടേമിന്റെ സം 150 ആണ്. നമ്മൾ ആദ്യം 5 ടേം വരികയാണ്. 1, 2, 3, 4, 5 അപ്പൊ ആദ്യത്തെ 5 ടേം എടുക്കണം. ആദ്യത്തെ 5 ടേം ഇത് ഇവിടെ തൊട്ട് ഇവിടെ വരെ. ആദ്യത്തെ 5 ടേമുകളുടെ സമ്മ നമുക്ക് തന്നേക്കുന്നത് എത്രയാണ്? 150 എന്നാണ് തന്നേക്കുന്നത്. സം ഈസ് ഈക്വൽ ടു 150. ഇനി ആദ്യത്തെ 10 ടേം ആണ് പറഞ്ഞേക്കുന്നത് അല്ലെ? ആദ്യത്തെ 10 ടേമിന്റെ സം എത്രയാ? 550. പിന്നെ 2 തവണ വരയ്ക്കണം അല്ലെ? ഓക്കെ, 10 ആയില്ലേ? ആദ്യത്തെ 10 ടേമുകളുടെ സമ്മ തന്നേക്കുന്നത് 550 എന്നാണ്. ഇനി എന്തായിരിക്കും ചോദിക്കുക? സ്വാഭാവികമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ആദ്യത്തെ 5 ടേമിന്റെ സം തന്ന സ്ഥിതിക്ക് അവർ തേർഡ് ടേം ആയിരിക്കും, മിഡിൽ ടേം ആയിരിക്കും നമ്മളോട് ചോദിക്കാം അല്ലെ? അത് തന്നെയല്ലേ ചോദിച്ചേക്കണം? നോക്കി, അത് തന്നെയാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. മിഡിൽ ടേം ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അതെങ്ങനെ കണ്ടുപിടിക്കും? മിഡിൽ ടേം കാണാൻ മിഡിൽ ടേം ഈസ് ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ നമ്പർ. അപ്പൊ ഇവിടെ എത്ര സം തന്നേക്കുന്നത്? സം ഈസ് ഈക്വൽ ആസ് 150. എത്ര ടേം ഉണ്ട് ഇവിടെ? 5 ടേം. ചെയ്യുമ്പോൾ എത്ര കിട്ടും? മിഡിൽ ടേം 30. സോ തേർഡ് ടേം എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയായിരിക്കും? 30 ആയിരിക്കും. 30. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 8th ടേം ആണ്. അപ്പൊ ഇതിന് 2 ഐഡിയ ഉണ്ട് കേട്ടോ. 8th ടേം കണ്ടുപിടിക്കാൻ ഞാൻ രണ്ടാമത് പഠിപ്പിച്ച ഇക്വേഷൻ അല്ലേ, സം ഓഫ് പെയർ, അത് ഉപയോഗിച്ച് കണ്ടുപിടിക്കുക 8th ടേം. നമ്മൾ സം ഓഫ് പെയർ ഞാൻ 2 മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ഇല്ല, എനിക്ക് തോന്നുന്നത് ഞാൻ ഇതൊന്ന് ചെയ്ത് നോക്കി. ഇത് ഇങ്ങനെയായിരിക്കും കുറച്ചുകൂടി എളുപ്പം ചെയ്യാൻ. അതായത് ഇവരുടെ സം പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂലോ. ഇവൻ ഇത് അങ്ങ് കുറച്ചാ പോരെ? 550 150 കുറച്ച് എത്രയാ? 400 കിട്ടും. ഓക്കെ, അപ്പൊ ഇപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഈ ടേം കണ്ടുപിടിച്ചോളൂ. ഇതല്ലേ 7th എന്ന് പറയുന്നത് അല്ലെ? 7th അല്ലോ 8th അല്ലേ? 8th മിഡിൽ ടേം അല്ലേ ഇത്? ഓക്കെ, ഇവരുടെ അല്ലടാ, ഇത് ടോട്ടൽ 550 അല്ലേ സം? അതിൽ ആദ്യത്തെ 5 ടേമിന്റെ സം ഒരു 150 തന്നല്ലോ. ബാക്കി വന്ന 5 ടേമിന്റെ സം 400 ആണല്ലോ. അപ്പൊ പിന്നെ അത് ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിച്ചൂടെ? ഓക്കെ, സം ബൈ നമ്പർ ചെയ്യണം. അപ്പൊ ഇവിടുത്തെ മിഡിൽ ടേം കിട്ടും. മിഡിൽ ടേം കാണാൻ വേണ്ടി എന്ത് ചെയ്യണം? മിഡിൽ ഈസ് ഈക്വൽ ടു, ഈ മിഡിൽ നിന്ന് എഴുതുന്നതിന്റെ കൂടെ എക്സാമിനൊക്കെ എഴുതുമ്പോൾ കൺസിഡറിങ് ലാസ്റ്റ് 5 ടൈംസ് ഒക്കെ പ്രത്യേകം എടുത്തോളണം. അല്ലെങ്കിൽ ഇപ്പൊ എപ്പോഴും മിഡിൽ നിന്ന് എഴുതുമ്പോൾ ഏതാണെന്ന് കൺഫ്യൂഷൻ വരത്തില്ല, അതിന് വേണ്ടിട്ട് കേട്ടോ. അപ്പൊ മിഡിൽ നിന്ന് എഴുതുന്നതിന്റെ കൂടെ വേണമെങ്കിൽ ബ്രാക്കറ്റിൽ 8th ടൈം എന്ന് കൊടുത്തോ. 8th ടൈം ഈസ് ഈക്വൽ ടു സം ഡിവൈഡ് ബൈ നമ്പർ. ഇവിടെ സം എത്രയാ? 400. എത്ര ടേം ഉണ്ട്? 5. എന്ത് വരും അപ്പോ? 8. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ടേം എന്ത് വരും? 8 വരും. ഇതൊരു മെത്തേഡ്. ഒന്നല്ലേ ഇങ്ങനെ ചെയ്യാം. ഇതാണ് എനിക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നുന്നത്. ഇനി അല്ലെങ്കിൽ ഇവിടെ ഈവൻ പെയർ അല്ലേ, 10 ടേമിന്റെ സം അല്ലേ തന്നേക്കുന്നത്, ഇത് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാന്ന് കണ്ടോട്ടോ. സം ഓഫ്, അത് ഓറാണേ, ഇത് ഓറാണേ.
എങ്ങനെ വേണമെങ്കിൽ കണ്ടുപിടിക്കാം കേട്ടോ. സം ഓഫ് പെയർ നമ്മൾ പഠിച്ചില്ലേ, സം ഓഫ് പെയർ കാണേണ്ട എങ്ങനെയാ, സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പെയർ. സം എത്രയാ, സം ഈസ് ഈക്വൽ ടു, നിർബന്ധമില്ല കേട്ടോ, മറ്റേ മെത്തേഡ് ചെയ്താലും മതി, 550. സം 550 ആണ്. പെയർ എത്രയാ, നമ്പർ ഓഫ് പെയർ എത്ര, എത്ര പേരുണ്ട്, 10 ടേം അല്ലേ ഉള്ളത് അതിനകത്ത്, അപ്പൊ 5 പേരുണ്ട്. അപ്പൊ ഒരു പെയറിന്റെ സം നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ 110. ഒരു പെയറിന്റെ സം 110 ആണ്. ഓൾറെഡി ഇത് 30 കിട്ടിയില്ലേ, അല്ലെ ഇത് 30 ആണ് ഓൾറെഡി കിട്ടിയില്ലേ, ഇവന്റെ പെയറല്ലേ ഇത്. അപ്പൊ സം 110 ആണെങ്കിൽ ബാക്കി തന്നെ എത്രയായിരിക്കും, 80 ആയിരിക്കും. ടോട്ടൽ സം 110 അല്ലേ, ഓരോ ജോഡിയുടെ സം 110 ആണ് കേട്ടോ. അതാണ് കോൺസെപ്റ്റ്, അരിത്മെറ്റിക് സീക്വൻസിന്റെ ഐഡിയ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കേട്ടോ. ഇതിൽ ഓരോ ജോഡികൾ ഇങ്ങനെ ഇങ്ങനെ എടുത്താൽ ഫസ്റ്റ് ലാസ്റ്റ്, സെക്കൻഡ് ലാസ്റ്റ്, തേർഡ് ലാസ്റ്റ്, ഫോർത്ത് ലാസ്റ്റ്, ഫിഫ്ത്ത് ലാസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിന്റെ സം എത്രയായിരിക്കും, സെയിം ആയിരിക്കും, 110 ആയിരിക്കും. ഈ ഐഡിയ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. 110 ഉണ്ടെങ്കിൽ ഇവിടെ 30 ആണ്, ഇത് എത്രയായിരിക്കും, 80 ആവണമല്ലോ, എന്നാലാണല്ലോ സം 110 വരുള്ളൂ. അങ്ങനെയും ചിന്തിക്കാം കേട്ടോ, കുഴപ്പമില്ല. ആദ്യം പറഞ്ഞോണ്ട് ചെയ്താലും മതി, കൺഫ്യൂസിങ് ആണെങ്കിൽ കേട്ടോ. ഇനി നെക്സ്റ്റ് വണ്ണിലേക്ക് വരാം. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു സീക്വൻസിന്റെ 11th ടേമും 21st ടേമും എത്രയാണ്, സം ഓഫ് 11th ആൻഡ് 21st ടേം ഓഫ് സീക്വൻസ് ഈസ് 80. ഇത് നമ്മൾ നേരത്തെ ചെയ്താണ്, ശരിക്കും കഴിഞ്ഞ ടോപ്പിക്കിലാണ് ഈ സംഭവം. അതായത് 11th ടേമും നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, 11th 21st സം തന്നിട്ടുണ്ട്, എത്രയാണ്, 80 ആണ്. അങ്ങനെയാണെങ്കിൽ 60th ടേം കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് നോക്കണം കണ്ട, 60th എന്ന് പറഞ്ഞാൽ ഇവന്റെ മിഡിലാ അല്ലെ. 11th 21st ടേമിന്റെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതാ നോക്കിക്കോട്ടോ, 11th 12th 13th 14th 15th, ഓക്കെ, 16th 17th ടേം, 18th 19 20 21, ഇത്ര ടേം ഉണ്ടല്ലോ. ഇതില് 11th 21st നിങ്ങൾ എടുത്തു നോക്കി, 11th 21st ടേമിന്റെ സം എത്രയാ. ഇങ്ങനെ അപ്പുറം ഇപ്പുറം ടേമുകളുടെ സം തരുമ്പോൾ എപ്പോഴും മിഡിലിന്റെ ഐഡിയ ചിന്തിച്ചോളണം കേട്ടോ. അത് എത്രയാ, 80 അല്ലെ, 80 ആണ്. അങ്ങനെയാണെങ്കിൽ 12th 19 നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെയ്ത ടേമുകളുടെ കണക്ഷൻ പഠിപ്പിച്ചപ്പോ ഇതിന്റെ സം എത്രയാണ്, 80 ആണ്. ഇവരുടെ സം ചോദിച്ചാലോ, ഇവരുടെ സം ചോദിച്ചാൽ അതും എന്താണ്, 80 ആണ്. ലാസ്റ്റ് ക്ലാസ് എടുത്ത് പോയിക്കൊള്ളോട്ടോ, കൺഫ്യൂഷൻ ഉള്ളവര്. ഇവരുടെ സം എടുത്താൽ അതും എന്താണ്, 80 ആണ് അല്ലെ. സോറി, ഏതുവരെ മാറിപ്പോയല്ലോ, 20 കണക്ഷൻ മാറിപ്പോയി, സോറി. ഇങ്ങോട്ടല്ല കണക്ട് ചെയ്യേണ്ടത്, 13th കണക്ട് കൊണ്ടുപോയി കണക്ട് ചെയ്യേണ്ടത് 19th 11th കണക്ട് ചെയ്യേണ്ടത് 21st, അത് കറക്റ്റാ. ഓക്കെ, ഇനി അടുത്തെടുക്കുമ്പോ 14th കണക്ട് ചെയ്യേണ്ടത് എങ്ങോട്ടേക്കാണ്, 18th. ഇതിന്റെ സമൂഹം എത്രയായിരിക്കും, 80 ആയിരിക്കും. ഇവരുടെ സമൂഹം എത്രയായിരിക്കും, 80 ആയിരിക്കും. ഇവരുടെ എല്ലാവരുടെയും സമൂഹം എത്രയായിരിക്കും, 80 ആയിരിക്കും. എന്നിട്ട് ഈ നടുക്കണാണല്ലോ 60, ഇവന്റെ സമൂഹമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്താ ചെയ്യേണ്ടത്, ഇവന്റെ അപ്പുറം ഇപ്പുറമുള്ള ടേമിന്റെ എന്തെടുത്താൽ മതി, സമ്മിന്റെ എന്തെടുത്താൽ മതി, ഡബിൾ എടുത്താൽ മതി. അപ്പൊ 160 ആയിരിക്കും ആൻസർ. സോറി, ഹാഫ് എടുത്താൽ മതി. ഓക്കെ, ഡബിൾ അല്ല, ഹാഫ്, 80യുടെ പകുതി കേട്ടോ. 80/2 വിച്ച് ഇസ് ഈക്വൽ ടു 40. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഐഡിയ ആണ് ഇത്, ഈ ക്ലാസ്സിലെ അല്ല കേട്ടോ. അതായത് അപ്പുറം ഇപ്പുറം, ഇത് ടോട്ടൽ സം അല്ലല്ലോ, ഒരു സീക്വൻസിൽ ഒരു ടേമിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള ടേമുകളുടെ സമ്മ് നമുക്ക് അറിയാമെങ്കിൽ ആ ടേം കാണാൻ എന്ത് ചെയ്താൽ മതി, ആ സമ്മിന്റെ ഹാഫ് എടുത്താൽ മതി. അത് ശ്രദ്ധിച്ചോളണം കേട്ടോ, അതൊന്നും മാറിപ്പോരുത്. ഓക്കെ, ഇത് കുറെ ടേമുകൾ ഒരുമിച്ചുള്ള സമ്മ. ഇതങ്ങനെയല്ല, ഒരാൾ നടുക്ക് നിൽക്കുന്നു, അവന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള ടേമുകളുടെ സമ്മ്. ഓക്കെ, ഒന്നാമത് അതിപ്പോ തൊട്ടപ്പുറം ഇപ്പുറം ഉള്ളതാവാം, അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തും ഇതിന്റെ അപ്പുറത്തും ഉള്ളതാവാം, ഏതായാലും കുഴപ്പമില്ല കേട്ടോ. ലെഫ്റ്റിന്നും റൈറ്റിലും ഒരേ പൊസിഷനിലായിരിക്കണം, ഒരേ ഡിസ്റ്റൻസിലുള്ള ഏത് ടേമുകളുടെ സം എടുത്താൽ, ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഒരേ ഡിസ്റ്റൻസിലുള്ള ഏത് ടേമുകളുടെ സം എടുത്താൽ ആ സമ്മുകളുടെ എല്ലാം ഹാഫ് എന്ന് പറയുന്ന ആരായിരിക്കും, ഈ നടുക്ക് നിൽക്കണവനായിരിക്കും, മിഡിലായിരിക്കും കേട്ടോ. ഈ ഐഡിയ ഉണ്ടാവണം, മാറിപ്പോരുത് കേട്ടോ. ഇതങ്ങോട്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കും, മാറിപ്പോരുത്, ശ്രദ്ധിച്ചു ചെയ്തോളാം. ഇനി അടുത്തത് റെഗുലർ പെന്റഗന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ശ്രദ്ധിച്ചോളേ. ഒരു റെഗുലർ പെന്റഗന്റെ ആംഗിൾ അരിത്മെറ്റിക് സീക്വൻസ്, പെന്റഗൺ ആണ്, റെഗുലർ പെന്റഗൺ അല്ല, സോറി, പെന്റഗൺ ആണ്. ഓക്കെ, ഒരു പെന്റഗന്റെ ആംഗിൾ അരിത്മെറ്റിക് സീക്വൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനൊരു പെന്റഗൺ വരയ്ക്കാം. 5 സൈഡുള്ള ക്ലോസ്ഡ് ഫിഗർ ആണ് പെന്റഗൺ. ഓക്കെ, ഇതാ, സോറി, ഹെക്സഗൺ ആയിപ്പോയി അല്ലേ. ഇതെങ്ങനെ വരും, ഇതാണല്ലോ പെന്റഗൺ. ഓക്കെ, ഇനി ഒരാംഗിൾ 40 ആണ് തന്നിട്ടുണ്ട്. ഇതിലെ ഏറ്റവും ചെറിയ ആംഗിൾ, പെന്റഗണിലെ ഏറ്റവും ചെറിയ ആംഗിൾ എത്രയാണ്, 40 ആണ്. ഓക്കെ, ഇതിലും വലിയ ആംഗിൾ ആണെന്ന് വിചാരിച്ചോ. 40യിലും വലിയ ആംഗിൾ ആണ് സെക്കൻഡ്,
തേർഡ് ആംഗിൾ അതിലും വലുത്, ഫോർത്ത് അതിലും വലുത്, ഫിഫ്ത്ത് അതിലും വലുതാന്ന് വിചാരിച്ചോ. ഇങ്ങനെ എഴുതി പോയേക്കാന്ന് വിചാരിച്ചോ. നമ്മളോട് കാണാനായിട്ട് ചോദിച്ചിരിക്കുന്ന ഏത് ആംഗിളാണ്? വാട്ട് വുഡ് ബി ദ തേർഡ് ആംഗിൾ? അങ്ങനെയാണെങ്കിൽ പെന്റഗന്റെ തേർഡ് ആംഗിൾ എത്രയായിരിക്കും? ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഈ 5 ആംഗിളിന്റെ സമ്മ് നമ്മൾ പഠിക്കണം. ഒരു പെന്റഗന്റെ 5 ആംഗിളിന്റെ സമ്മ് 540 ഓക്കെ. ഇതിനെ ഫസ്റ്റ് ടേം ആയിട്ട് എടുക്കണം. കണ്ടോ, ഇതൊരു വെറൈറ്റി അപ്രോച്ച് ആണ്. കണ്ടോ, പെന്റഗന്റെ ഫസ്റ്റ് ആംഗിൾ ആണ് ഫസ്റ്റ് ടേം. ശരിയല്ലേ? ചെറുതിന്ന് വലുതിലേക്കല്ലേ? ഏറ്റവും ചെറുത് 40 അല്ലേ? ഏറ്റവും ചെറുതാണല്ലോ ഇതിനകത്ത് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത്. പിന്നെ കൂടി കൂടി പോലെ ഫസ്റ്റ് ടേം നമ്മുടെ കയ്യിലുണ്ട്. ഫസ്റ്റ് ടേം ഈസ് ഈക്വൽ ടു 40. നമ്മളോട് ഏത് കാണാനാ ചോദിച്ചിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ തേർഡ് ടേം കാണാനല്ലേ ചോദിച്ചേക്കുന്നത്? അല്ലെ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 5 ടേമുകളുടെ സമ്മും അറിയാമെങ്കിൽ തേർഡ് ടേം കാണുന്ന എങ്ങനെയാ? അത് മിഡിൽ ടേം അല്ലേ? മുമ്പ് പറഞ്ഞ അതേ ഐഡിയ. കണ്ടോ, മിഡിൽ ടേം എന്ന് പറഞ്ഞ വാക്ക് അവർ ഉപയോഗിച്ചിട്ടില്ല, അവര് തേർഡ് ടേം എന്നാ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ചിന്തിക്കണം കേട്ടോ, നടുക്ക് വന്ന ആളാണ് ഇതെന്നുള്ള. 5 പേര് നിൽക്കുമ്പോ, 5 ആംഗിൾ നിൽക്കുമ്പോ നടുക്ക് വന്ന ആളാരാണ്? തേർഡ് ആംഗിൾ, തേർഡ് ടേം ആണ് കേട്ടോ. അപ്പൊ തേർഡ് ടേം അല്ലെങ്കിൽ തേർഡ് ആംഗിൾ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? സം ഡിവൈഡഡ് ബൈ നമ്പർ. സം എത്രയാ? 540. നമ്പർ എത്രയാ? 5. എത്ര കിട്ടും? 108 എന്ന് കിട്ടും. ഓക്കെ. അപ്പൊ ഇവിടുത്തെ തേർഡ് ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 108 ആയിരിക്കും. ഇനി എന്താ ചോദിച്ചേക്കുന്നത്? ബാക്കിയുള്ള ആംഗിൾസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത് അല്ലെ? ഫസ്റ്റ് ടൈം അറിയാലോ 40 ആണല്ലോ. തേർഡ് ടൈം അറിയാലോ. കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചൂടെ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം പൊസിഷനുകൾ തമ്മിൽ കുറയ്ക്കുക. തേർഡ് ടൈം മൈനസ് ഫോർത്ത് അല്ലെ? സോറി, തേർഡ് ടൈം മൈനസ് ഫസ്റ്റ്. താഴെ 3 മൈനസ് 1. തേർഡ് ടൈം എത്രയാ? 108. ഫസ്റ്റ് ടൈം എത്രയാ? 40. ഇനി 3ന്ന് 1 കുറയ്ക്കണം. കോമൺ ഡിഫറൻസ് കാണേണ്ട ഫോർമുലയാണ് പൊസിഷൻ ഡിഫറൻസ് ബൈ ടേം ഡിഫറൻസ്. നമ്മൾ പഠിച്ചാണ് പൊസിഷൻ ഡിഫറൻസ് ബൈ ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടേമുകളുടെ ഡിഫറൻസ് എടുക്കുക, പൊസിഷൻ ഡിഫറൻസ് എടുക്കുക, അത് തമ്മിൽ ഡിവൈഡ് ചെയ്യുക. ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അപ്പൊ എത്ര വരും? 68/2 എന്ന് കിട്ടും അല്ലെ? 68/2 വിച്ച് ഇസ് ഈക്വൽ ടു 34. അതായത് 34 ആണ് ഇവിടുത്തെ കോമൺ ഡിഫറൻസ്. എന്താ അതിന്റെ അർത്ഥം? ഫസ്റ്റ് ആംഗിൾ 40 ആണെങ്കിൽ അടുത്ത ആംഗിൾ എത്രയായിരിക്കും? 34 കൂട്ടണം, 74. അടുത്ത ആംഗിൾ എത്രയായിരിക്കും? 34 കൂട്ട് 108 നമുക്ക് കിട്ടി. നമുക്ക് ഓൾറെഡി കിട്ടിയേക്കണേ 108നെ. ഇനി ഒരു 34 കൂട്ട് 142. ഇനി ഒരു 34 കൂട്ടിയ 176. ഇതൊക്കെ ആയിരിക്കും ആംഗിൾ ആയിട്ട് വരാം. ഇനി അതിന്റെ കൂടെ ഒരു ക്വസ്റ്റ്യൻ കൂടി അവർ ചോദിച്ചിട്ടുണ്ട്. അതായത് സ്മോളസ്റ്റ് ആംഗിൾ 36 ആയാൽ പറ്റുമെന്ന്. ഓക്കെ, നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, മിഡിൽ ആംഗിൾ ഇതാണല്ലോ. സ്മോളസ്റ്റ് ആംഗിൾ 36 വരാൻ പറ്റുമോ എന്ന് ചോദിച്ചേക്കാണ്. സ്മോളസ്റ്റ് ആംഗിൾ 36 വരാൻ പറ്റുമോ? ഇതെവിടെ നോക്കിയേ, 36 ആണ് സ്മോളസ്റ്റ് ആംഗിൾ എങ്കിൽ ഫസ്റ്റ് ടേം 36ഉം ബി പാർട്ട് ആണ് കേട്ടാ. ഫസ്റ്റ് ടേം 36ഉം തേർഡ് ടേം മൂന്നാമത്തെ ആംഗിൾ തേർഡ് ടേം 108 ആണെങ്കിൽ അവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയായിരിക്കും എന്ന് ആലോചിച്ച് നോക്കി. കോമൺ ഡിഫറൻസ് കാണാൻ ടേമുകൾ തമ്മിൽ കുറയ്ക്കുക, ഡിവൈഡഡ് ബൈ അവരുടെ പൊസിഷൻ തമ്മിൽ കുറയ്ക്കുക. അതാണല്ലോ. അപ്പൊ എന്ത് വരും? 72/2 എന്ന് വരും. 36 ആണ് കോമൺ ഡിഫറൻസ് അല്ലെ? ഒന്ന് 36 ഒന്ന് കൂട്ടി കൂട്ടി പോയി നോക്കി. 36 കൂട്ടുമ്പോ 72, വീണ്ടും 36 കൂട്ടുമ്പോ 108, വീണ്ടും 36 കൂട്ടുമ്പോ 144, വീണ്ടും 36 കൂട്ടുമ്പോ 180. 180 ഒരു ആംഗിൾ പോസിബിൾ ആണോ? 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ആംഗിൾ ആവോ? ഇങ്ങനെയല്ലേ ഇരിക്കുള്ളൂ. ഇങ്ങനെ ഇരുന്നാലല്ലേ 180 ഡിഗ്രി ആവുള്ളൂ. ആംഗിൾ ആവണമെങ്കിൽ 180 കുറയണ്ടേ? ശരിയല്ലേ? അപ്പൊ 150, 180, 170 ഒക്കെ ആണെങ്കിൽ ഓക്കെ, ആംഗിൾ ആണെന്ന് മനസ്സിലാക്കാം. 180 ഒരിക്കലും ആംഗിൾ അല്ല, ഒരു ലൈനാണ്. അപ്പൊ ഒരിക്കലും അത് പോസിബിൾ അല്ല, നോട്ട് പോസിബിൾ കേട്ടോ. അതായത് ഒരു ആംഗിൾ, സ്മോളസ്റ്റ് ആംഗിൾ എന്തായിരിക്കണം? 36 ആവാൻ പാടില്ല, 36ലും വലുതായിരിക്കും. 36 ആയി കഴിഞ്ഞാൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവസാനം എന്ത് വരും? 180 വരും. ഓക്കെ, അതായത് സ്മോളസ്റ്റ് ആംഗിൾ 36ഉം തേർഡ് ആംഗിൾ 180 അങ്ങനെ വരാൻ പാടില്ല കേട്ടോ. ഈ മിഡിൽ ആംഗിൾ 180 അല്ലാതെ കുഴപ്പമില്ലായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു കണ്ടീഷൻ പറഞ്ഞേക്കാണല്ലോ, മിഡിൽ 180 ആണല്ലോ. അപ്പൊ അത് പറ്റൂല കേട്ടോ, മനസ്സിലാക്കണേ. ഇനി നെക്സ്റ്റ് വണ്ണിലേക്ക് വരാം. ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. സെക്കൻഡേ. ഓക്കെ, ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ ആദ്യത്തെ 4 ടേമുകളുടെ സമ്മ 100 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഒരു അരിത്മെറ്റിക് സീക്വൻസ്, അതിലെ ആദ്യത്തെ 4 ടേം 1, 2, 3, 4 ഈ 4 ടേമുകളുടെ സമ്മ 100 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സം ഈസ് ഗിവൺ ആസ് 100. സമ്മ 100 ആണ്. ഓക്കെ, നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ സം വരുന്ന 4 സീക്വൻസ് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം, ഇത് ഈവൻ ആണല്ലോ. ഈവൻ ആണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? പെയറിന്റെ സം കണ്ടുപിടിക്കാലോ.
അല്ലെ? അതാണ് ഐഡിയ കേട്ടോ. ഓർത്തോളം ഇങ്ങനെ നമ്മളോട് 3-4 സീക്വൻസ് ഒക്കെ എഴുതാൻ പറയുകയാണ്, സം തരുവാണെങ്കിൽ ഇത് ഈവൻ പെയർ ആണല്ലോ, ഈവൻ സീക്വൻസ് ആണല്ലോ. കാരണം എന്താ, ഇതിൽ നമ്പർ ഓഫ് പെയർ ഈവൻ ആണ്. അപ്പൊ നമ്മുടെ ഐഡിയ എന്താ, സം ഓഫ് വൺ പെയർ. അപ്പൊ കൃത്യമായിട്ട് എഴുതിക്കൊള്ളാം, അവിടെ എഴുതി വെച്ചോളൂ കേട്ടോ. സം ഓഫ് വൺ പെയർ കാണണം. എന്താ സം ഓഫ് വൺ പെയർ കാണാനുള്ള ഇക്വേഷൻ? സം ഡിവൈഡഡ് ബൈ നമ്പർ ആണോ? അല്ല, നമ്പർ ഓഫ് പെയർ. ഇവിടെ എത്ര സം എത്രയാ? 100. ഇവിടെ എത്ര പെയർ ഉണ്ടെന്ന് നോക്കി, എത്ര പെയറുണ്ട്. നമ്മുടെ പെയർ എന്ന് പറയുന്നത് ഇതാട്ടോ. നമ്മൾ ഇങ്ങനെ വേണം പെയറിന് എടുക്കാൻ, ഇങ്ങനെ വേണം ജോഡികൾ എടുക്കാനായിട്ട് കേട്ടോ. എത്ര പേരുണ്ട് ഇവിടെ? 2 പേർ. അപ്പൊ എത്ര ഒരു സമ്മ്? 50. ഇത്രയുള്ള ഐഡിയ. അതായത് പെയറിന്റെ സമ്മ് ഇവിടെ 50 ആയിരിക്കും. 4 ടേം ഉള്ള ഒരു സീക്വൻസ്, അതിന്റെ സം 100 ആണെങ്കിൽ ഉറപ്പായിട്ടും പെയറിന്റെ സം എന്തായിരിക്കണം? 50 ആയിരിക്കണം. അതല്ലാണ്ട് വരാൻ പാടില്ല. ഇത് ഉറപ്പാണ്. ഇങ്ങനെ ഇരിക്കാൻ പാടുള്ളൂ. ഇങ്ങനെ എത്ര സീക്വൻസ് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കിക്കൂടെ? ആദ്യം നടുക്ക് ഫില്ല് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും. കോമൺ ഡിഫറൻസ് ഒക്കെ കാണാൻ പോകേണ്ടി വരും, സെപ്പറേറ്റ് ഇക്വേഷൻ ഉപയോഗിച്ച് കാണാൻ പോകേണ്ടി വരും. നടുക്ക് ആദ്യം കൊടുക്കുകയാണെങ്കിൽ ചെയ്യാൻ എളുപ്പമുണ്ട്. രണ്ടോട് കൂട്ടി 50 തന്നെ സംഖ്യ എഴുതിയാൽ മതി. 2 ടേം കൂട്ടുമ്പോൾ 50 കിട്ടിയാൽ മതി. ഏത് വേണമെങ്കിലും എഴുതി കൂടെ? ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എഴുതിക്കോ. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത് 20-30 എഴുതി കൂടെ? 20-30. ഇനി അങ്ങോട്ട് കുറച്ച് പോയാൽ പോരെ? കോമൺ ഡിഫറൻസ് ഇനി സെപ്പറേറ്റ് കാണണ്ടല്ലോ, 10 അങ്ങ് കുറച്ച് പോയാൽ മതിയല്ലോ. കണ്ടാ? ഓക്കെ, വേണേ ഈ ഫസ്റ്റും ലാസ്റ്റും ചെയ്യാം. ഫസ്റ്റും ലാസ്റ്റും ഇതുപോലെ 50 വന്ന രീതിക്ക് എഴുതി കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ പിന്നെ കോമൺ ഡിഫറൻസ് മറ്റേ ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് ഇട്ട് ചെയ്യേണ്ട വരും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പൊ 4 ടേം ആണ്. സം എന്ത് വന്നാൽ മതി? 50. ഇങ്ങനെ എത്ര സീക്വൻസ് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാലോ. അപ്പൊ 4 ടേം എഴുതണം. അതിൽ എന്ത് ചെയ്യണം? ഇവരുടെ സം 50 ആയിരിക്കണം, ഇവരുടെ സം 50 ആയിരിക്കണം. വേറെ ഒരെണ്ണം പറയാം. നമുക്ക് ആദ്യം പറഞ്ഞു 10, 20, 30, 40, 50 പറഞ്ഞു. ഇനി വേറെ ഒരെണ്ണം. ഇവിടെ ഒരു ടേം അവർ പറഞ്ഞിട്ടില്ല, ഇന്ന ടേം ആണെന്ന് പറയാത്തതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അങ്ങനെ പറഞ്ഞാലാണ് കൺഫ്യൂഷൻ ഉള്ളൂ. ഇവിടെ അത് ഒരു കുഴപ്പമില്ല കേട്ടോ. 50 വരാൻ വേറെ ഒരെണ്ണം പറഞ്ഞോ. രണ്ടോടെ കൂട്ടുമ്പോൾ 50 വന്നാൽ മതി. വേറെ ഏതാ? ഏത് വേണമെങ്കിൽ പറയാലോ. ഇപ്പൊ എത്ര പറയാം? 15 പറയാം അല്ലെ? 15 പറഞ്ഞാൽ ഇവിടെ 50 ആവണേ എത്ര കൊടുക്കണം? അല്ലെങ്കിൽ 50 വേണ്ട, മറ്റേ നെഗറ്റീവ് നമ്പർ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നെഗറ്റീവ് വന്നാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ, നെഗറ്റീവ് ഒക്കെ ചെയ്യാം. ഞാൻ കുറച്ച് സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോ ഇതിനകത്ത് ഇനി വേറെ വരേണ്ടത് 40, 10ഉം അല്ല 10 വരണ്ട, 28 വരാം. 28 അല്ലെ? 28 ആണെങ്കിൽ എത്ര വരണം? 28ലേക്ക് 50 വന്നെങ്കിൽ 20-28 വരാം അല്ലെ? 50 വന്നാൽ മതി രണ്ടോടെ കൂട്ടുമ്പോൾ. 20-28 കണ്ടോ? അപ്പുറം 50 വന്നോളൂ. നിങ്ങൾ കുറച്ച് പോകുമ്പോൾ അപ്പുറം 50 വന്നോളൂ. 16 അല്ലെ? 6 കുറച്ച് പോകണം, അങ്ങോട്ട് 6 അല്ലേ കൂട്ടി പോകണ്ടേ? 34. കൂട്ടിയൊക്കെ 50 അല്ലേ വരുന്നത്? 50 വന്നോളൂ, അത് പേടിക്കണ്ട. ഈ നടുക്കുള്ള ടേമുകളുടെ സമ്മ 50 ആയാൽ മതി. ഇനി വേറെ ഒരെണ്ണം എടുക്കാം. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഉണ്ടാക്കാലോ. അപ്പൊ ഇത് കണ്ടീഷൻ ഇത്രേ ഉള്ളൂ. ഇതിന്റെ സമ്മ 50 ആവണം, ഇതിന്റെ സമ്മ 50 ആവണം. ഇതിന്റെ സമ്മ 50 ആയിക്കോളും. ഫസ്റ്റ് തന്നെ മിഡിലുള്ള 2 ആദ്യം കൊടുത്താൽ മതി. മിഡിലുള്ള 2 ഏതാ കൊടുക്കുക? ഇപ്പൊ കൊടുത്ത ഏതാ? 20, 24, 26 കൊടുക്കാലോ. 24, 26 സമ്മ കൂട്ടിയൊക്കെ 50 അല്ലേ? ഓക്കെ, ഇനി ഇപ്പുറത്തേക്ക് പോട്ടെ. 2 കുറച്ചാൽ മതിയല്ലോ. 2 അങ്ങോട്ട് കൂടുമല്ലേ? അപ്പൊ ഇങ്ങോട്ട് 2 കുറയ്ക്ക്, 22. അങ്ങോട്ട് 2 കൂട്ടട്ടെ, 28. കൂട്ടി നോക്കിയേ 50 അല്ലേ? കറക്റ്റ് അല്ലേ? എല്ലാ ടൈമും കൂട്ടുമ്പോൾ എത്രയാ? സം 50 ആയിരിക്കും. അപ്പൊ ഇങ്ങനെ വേണം ചെയ്യാനായിട്ട്. ഇങ്ങനെ എത്ര വേണം ചെയ്യാം? വേണേ ഓരോടെ ചെയ്യാം. 1, 2, 3, 4. ഇവിടെ സം എത്ര വരണ്ടേ? 50. ഓക്കെ, അപ്പുറം ഇപ്പുറം സം 50 ആയിക്കോളൂ. അപ്പൊ കേട്ടോ, 50 വരാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇവിടെ 24 അല്ലേ കൊടുത്തത്? വേറൊരു നമ്പർ കൊടുക്ക്. 24, 26 കൊടുത്താണോ? 24, 26 കൊടുത്തു അല്ലെ? 20 പിന്നെ ഏതാ കൊടുത്തത്? 22. എന്നാൽ 21 കൊടുക്കാം. 21 കൊടുക്കാം. 21 കൊടുത്താൽ അവിടെ എത്ര വരും? 50 ആവണമെങ്കിൽ ഇവിടെ എത്ര കൊടുക്കണം? 29 കൊടുക്കണം. 8 കൂട്ടണ്ടേ? ഇനി ഇപ്പുറത്തേക്ക് 8 കുറയ്ക്ക്. ലെഫ്റ്റിലേക്ക് വരുമ്പോൾ കുറയണമല്ലോ. 13. അങ്ങോട്ട് 8 കൂട്ട്, 37. കൂട്ടി നോക്കി എല്ലാം കൂടെ 100 വരുള്ളൂ. അപ്പൊ ഇതാണ് ഐഡിയ കേട്ടോ. അപ്പൊ ഈവൻ നമ്പർ ഓഫ് ടേംസ് നമ്മളോട് കാണാൻ പറയാണ്. സമ്മും തന്നാൽ നമ്മൾ ചെയ്യേണ്ട മെത്തേഡ് ഇതാണ്. നമ്മൾ സം ഓഫ് പെയർ കാണണം. ഇതൊക്കെ മലയാളത്തിൽ മനസ്സിലാവണ എഴുതി വെച്ചു. സം ഓഫ് പെയർ കണ്ടിട്ട് എന്ത് ചെയ്യണം? അത് വെച്ചിട്ട് മിഡിലുള്ള 2 പേരെയും കണ്ടുപിടിച്ചേക്കാം. ബാക്കി അത് ഓക്കെ ആയിക്കോളും കേട്ടോ. ഇനി ഇതേപോലെ ഓടിനും നമുക്ക് ചെയ്യാനുണ്ട് കേട്ടോ. അത് ഒരു ക്വസ്റ്റ്യൻ കൂടെ കഴിഞ്ഞിട്ടാണ്, 1-2 ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടാ. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. 37. അപ്പൊ ശ്രദ്ധിച്ചോളണം കേട്ടോ. മിഡിലുള്ള പേര് ആദ്യം കണ്ടുപിടിക്കാം. ഈ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ ഒരു സീക്വൻസിന്റെ ഫസ്റ്റ് ടൈം തന്നിട്ടുണ്ട് അല്ലെ? ഫസ്റ്റ് ടൈം 5 ആണെന്ന് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ടൈം 5 ആണ്. ആദ്യത്തെ 6 ടേമുകളുടെ സമ്മ് 105 ആണെന്ന് തന്നിട്ടുണ്ട്. 1, 2, 3, 4, 5, 6. ഫസ്റ്റ് ടൈം തന്നു. ആദ്യത്തെ 6 ടേമുകളുടെ സമ്മ് 105 ആണെന്ന് നിന്നു. ഇനി എന്താ ചോദിച്ചേക്കണം നോക്കി? കാൽക്കുലേറ്റ് ചെയ്ത ഫസ്റ്റ് 6 ടൈം.
സിമ്പിൾ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത മോഡൽ തന്നെ. എന്താ ചെയ്യണ്ടേ? ഒരു ടേമുകളുടെ നമ്പർ അറിയാം, സമ്മു അറിയാം. നമ്മൾ അങ്ങനെ ചിന്തിക്കട്ടെ. ഒരു സീക്വൻസിന്റെ നമ്പർ അറിയാം, 6 ടേം ഉണ്ടെന്ന് അറിയാം, സമ്മു അറിയാമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? മിഡിൽ ടേം കണ്ടുപിടിക്കാം. എങ്ങനെ മിഡിൽ ടേം കണ്ടുപിടിക്കണ്ടേ? മിഡിൽ ടേം ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ നമ്പർ. സം എത്രയാ? 105. എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കി. എത്ര എണ്ണം ഉണ്ട്? 135. ഇത് 6 സെക്കൻഡേ. ഓ ഇതിൽ യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ, സോറി. അല്ല, ഇതിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇത് ഓടല്ലല്ലോ, ഈവൻ അല്ലേ. ഈവനിൽ ഇതല്ല യൂസ് ചെയ്യേണ്ടത്. ഈവനിൽ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത് പഠിച്ചല്ലേ? സം ഓഫ് 1 പെയർ. ഓക്കെ, പറഞ്ഞുതരാം. ഇവിടെ കേട്ടോ, ഇവിടെ 6 ടേം ആണുള്ളത് അല്ലെ. 1 2 3 4 5 6. അപ്പൊ 6 ടേം വരുമ്പോൾ നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താ? സം ഓഫ് 1 പെയർ ഇവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. സം ഓഫ് 1 പെയർ ഈസ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ? സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പെയർ. നമ്പർ ഓഫ് പെയർ. ഇവിടെ 6 ടേമുകളുടെ സം തന്നിട്ടുണ്ടല്ലോ. എത്ര തന്നേക്കുന്നത്? 105. 105 എന്ന് തന്നിട്ടുണ്ട്. എത്ര പെയർ ഉണ്ട് ഇവിടെ? പെയറിന് എടുക്കണ എങ്ങനെയാന്ന് അറിയാലോ അല്ലെ? ഈവൻ ടേംസ് വരുമ്പോ, ഈവൻ നമ്പർ ഓഫ് ടേംസ് വരുമ്പോ പെയർ എടുക്കണ എങ്ങനെയാ? അത് ഇങ്ങനെ 1 കണ്ടോ, 2 3. 3 പെയർ ആണ് ഇവിടെ ഉള്ളത് അല്ലെ. 105/3 which will give 35. അപ്പൊ ഇവിടെ ഒരു പെയറിന്റെ ആൻസർ എത്രയായിരിക്കണം? സം എത്രയായിരിക്കണം? 35. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഇതിൽ ഇത് 5 ആണ് ഓൾറെഡി തന്നിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അപ്പുറത്തുള്ളവനെ കണ്ടുപിടിച്ചൂടെ അല്ലെ? ഇത് 5 ആണ് ഓൾറെഡി തന്നിട്ടുണ്ടല്ലോ. അപ്പൊ അപ്പുറത്തുള്ളവൻ എത്രയായിരിക്കും? 30 ആയിരിക്കും അല്ലെ? അപ്പുറത്തുള്ള ആള് 30 ആയിരിക്കും. അപ്പൊ ഇങ്ങനെ വേണം ചെയ്യാനായിട്ട്. അപ്പൊ സം ഡിവൈഡ് സം ഓഫ് 1 പെയർ എന്ത് കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് പെയർ. ഓക്കെ, ഫസ്റ്റ് ടൈമും ലാസ്റ്റ് ടൈമും കൂട്ടി എത്ര കിട്ടണ്ടേ? 35 ആണ് നമ്മൾ ഇവിടുന്ന് കണ്ടുപിടിച്ചു. സം ഓഫ് 1 പെയർ. ഇത് വെച്ച് എന്ത് ചെയ്യാം? ഓക്കെ, ഇത് വെച്ച് നമുക്ക് 6 ടൈം കണ്ടുപിടിക്കാം. ഇനി ഇതിനകത്ത് എത്ര ടേമുകൾ വേണമെങ്കിലും ഇനി നമുക്ക് കണ്ടുപിടിക്കാലോ അല്ലെ? കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ പോരെ? കോമൺ ഡിഫറൻസ് കണ്ടുപിടി. എങ്ങനെയാ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണേ? ടേമുകൾ തമ്മിൽ കുറയ്ക്കണം അല്ലെ? 60 ഫസ്റ്റ് കുറയ്ക്കണം, ഡിവൈഡഡ് ബൈ അവരുടെ പൊസിഷൻ തമ്മിൽ കുറയ്ക്കണം. 6ൽ നിന്ന് 1 കുറയ്ക്കണം. 6th ടേം എത്രയാ? 105. ഫസ്റ്റ് ടൈം എത്രയാ? അല്ല, 6 ടൈം 105 അല്ല, 30. ഫസ്റ്റ് 30 അല്ല, 30 അല്ലേ, 30. ഫസ്റ്റ് ടൈം എത്രയാ? 5. ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ് എത്രയാ? 5. ഓക്കെ, അപ്പൊ എന്ത് വരും? 25/5 which is equal to 5 എന്ന് വരും. കോമൺ ഡിഫറൻസ് 5 ആണ്. ഇനി എളുപ്പമല്ലേ, ഇനി കൂട്ടി കൂട്ടി പോയാൽ പോരെ? 10 15 20 25 30. നമ്മൾ മര്യാദക്ക് ചെയ്തുകൊണ്ട് 30ൽ എത്തും. അല്ലെങ്കിൽ ലാസ്റ്റ് എത്തുമ്പോൾ മനസ്സിലാവും തെറ്റിപ്പോയത്, കാരണം വാല്യൂ മാറിയിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ച് വേണം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട്. നമുക്ക് അടുത്ത് നോക്കാം. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്നത് സം ഓഫ് 7th ആൻഡ്, ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ, സം ഓഫ് 7th ആൻഡ് 8th ടേം ആണ് ഇവിടെ തന്നേക്കുന്നത്. സം ഓഫ് 7th ആൻഡ് 8th ടേം ശ്രദ്ധിക്കണേ. 7th ടേമിന്റെയും 8th ടേമിന്റെയും സം ആണ് തന്നേക്കുന്നത്. 7th 8th ഇവരുടെ സം എത്രയാണ് തന്നേക്കുന്നത്? ഇവരുടെ സം തന്നേക്കുന്നത് 50 ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് 14 ടേമുകളുടെ സം കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് ചിന്തിക്കേണ്ട ഇത്രയേ ഉള്ളൂ. അതായത് ഈ 7th 8th പെയർ ആണെന്നുള്ളൊരു ഐഡിയ ഉണ്ടാവണം. ഓക്കെ, നിങ്ങൾ 1 തൊട്ട് 14 വരെ എഴുതി വെക്കി. ഫസ്റ്റ് ടേമിന്റെ പെയർ ആരാ? ഫസ്റ്റിന്റെ ടേം പെയർ ആണ് 14 കണ്ടാ. ഓക്കെ, അതുപോലെ സെക്കൻഡിന്റെ ആണ് ആര്? സെക്കൻഡിന്റെ ആണ് 13 പെയർ അല്ലെ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ 7ന്റെ പെയർ ആരാര്? 8th ടേം അല്ലെ. 7ന്റെ ജോഡിയാണ് 8th ടേം. അപ്പൊ എന്ത് ചെയ്യാം? ഇവിടെ സം എത്രയാ? 50. അങ്ങനെയാണെങ്കിൽ 14. അപ്പൊ സം ഓഫ് 1 പെയർ നമുക്ക് കിട്ടൂലേ? സം ഓഫ് 1 പെയർ, സം ഓഫ് 1 പെയർ ഈസ് ഈക്വൽ ടു 50. അപ്പൊ ഈ 7ഉം 8ഉം പെയർ ആണെന്നൊരു ബോധം ഉണ്ടാവണം കേട്ടോ. അപ്പൊ നിങ്ങൾ നോക്കിയാൽ മതി, മൊത്തം കൗണ്ട് നോക്കിയാൽ മതി. 1 മുതൽ 14 വരെയാണ്. അപ്പൊ ഇങ്ങനെ ജോഡികൾ എടുത്ത് വരുമ്പോൾ ഫസ്റ്റ് ലാസ്റ്റ്, സെക്കൻഡ് ലാസ്റ്റ്, തേർഡ് ലാസ്റ്റ് എടുത്ത് വരുമ്പോൾ 7ഉം 8ഉം എന്തായിട്ടാ വരുന്നത്? ഈവൻ ആണല്ലോ, ടേമിന്റെ എണ്ണോ ഈവൻ ആണല്ലോ. അപ്പൊ തന്നെ അത് കണക്ട് ചെയ്തോളണം കേട്ടോ. 7ഉം 8ഉം പെയർ ആണ്, 50 ആണ്. അവിടെ നമുക്ക് സം ഓഫ് 1 പെയർ കിട്ടി. ഇവിടെ എത്ര പെയറുകളുണ്ട്? നമ്പർ ഓഫ് പെയർ ഈസ് ഈക്വൽ ടു 7 പെയർ അല്ലെ. 14 ടേം അല്ലേ. അപ്പോ ജോഡികൾ എടുക്കുമ്പോൾ 7 പെയർ. ഇനി സം കണ്ടുപിടിച്ചൂടെ? സം ഈസ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ? നമ്പർ ഓഫ് പെയർ ഇൻറ്റു സം ഓഫ് 1 പെയർ. അപ്പൊ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടത് നോക്കണം കേട്ടോ. 2 ഉള്ളൂ. ഒന്നല്ലേ ഈവൻ തരുമ്പോൾ ഉള്ളതും, പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത മിഡിൽ ടൈം വെച്ചിട്ട് ഓട് തരുന്നുള്ളൂ കേട്ടോ. സം ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പെയർ ഇൻറ്റു സം ഓഫ് 1 പെയർ. നമ്പർ ഓഫ് പെയർ എത്രയാണ്? 7. എത്ര പേരുണ്ട്? 50. 7 into 15
ഈക്വൽ ടു 350. ഓക്കെ, ഇനി അടുത്തത് നെക്സ്റ്റ് വൺ. നമ്മൾ ലാസ്റ്റ് ഇനി നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അരിത്മെറ്റിക് സീക്വൻസ് ഉണ്ടാക്കാൻ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചോളൂ കേട്ടോ. നമ്മൾ നേരത്തെ ഒന്ന് ചെയ്താണ് ഇതിന്റെ ഒരു മോഡൽ. അതായത് കുറച്ച് ടേംസ് ഇതിലും വ്യത്യാസം എന്ന് വെച്ചാല് മുമ്പ് ചെയ്തതിൽ അവര് ഒരു ടേം നമുക്ക് തന്നിട്ടില്ലായിരുന്നു, നമ്മളോട് തന്നെ ഇഷ്ടമുള്ള സീക്വൻസുകൾ ഉണ്ടാക്കിക്കോളാനാണ് പറഞ്ഞത്. എന്നാൽ ഈ ക്വസ്റ്റിനിലേക്ക് ഒന്ന് വായിച്ചു നോക്കി. ഈ ക്വസ്റ്റിനിൽ അവർ പറഞ്ഞേക്കാണ് തേർഡ് ടൈം ഇന്നത് വേണം, ഫസ്റ്റ് ടൈം ഇന്നത് വേണം എന്നൊക്കെ അവർ പറഞ്ഞേക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ഇഷ്ടം പോലെ സീക്വൻസ് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ഒറ്റ സീക്വൻസ് എവിടെ കാണുള്ളൂ. ആ സീക്വൻസ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഒന്നുമില്ല, സിമ്പിൾ ആണ്. ഞാൻ ആദ്യത്തെ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് 2, 3 ഒക്കെ നിങ്ങൾക്ക് തന്നെ ചെയ്യാം. അതുപോലെ മൂന്നാമത്തെ ഞാൻ ചെയ്യുന്ന വെച്ചിട്ട് നിങ്ങൾക്ക് 4 തന്നെ ചെയ്യാവുന്നതാണ്. വേണമെങ്കിൽ ഇതെല്ലാം തന്നെ ചെയ്ത് നോക്കാവുന്നതാണ്, പ്രശ്നമൊന്നുള്ള ഒന്നല്ല. ഇനി സംശയമുള്ളവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഞാൻ ചെയ്യുന്നത് നോക്കാം കേട്ടോ. ഇവിടെ നോക്കിക്കോ, ഫസ്റ്റ് ടൈം ഇവിടെ 30 ആണ് അല്ലെ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. ഫസ്റ്റ് ടേം 30, ഫസ്റ്റ് ടേം 30 ആണ്. ഇനി സം ഓഫ് 3 ടേം എത്രയാ? സം ഓഫ് 3 ടേം എന്ന് പറയുന്നത് ഇവിടെ 300 ആണ്, 300 ആണ്. എന്താ നമ്മുടെ ഇക്വേഷൻ? നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? സം ഓഫ് 3 ടേം അല്ല അല്ലെ? സം ഓഫ് 3 ടേം ആണ്. ഓക്കെ, 3 ടേം തന്നിട്ടുണ്ട്. ഇവരുടെ 3 പേരുടെ സമ്മ് 300 ആണ് തന്നിട്ടുണ്ട്. സമ്മ് 300. ഫസ്റ്റ് ടേം 30 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് ഇതും കാണാനാണ് ചോദിച്ചത്. നമുക്ക് മിഡിൽ ടേം കണ്ടുപിടിക്കാറില്ലേ അല്ലെ? എന്താ മിഡിൽ ടേം കാണാനുള്ള ഫോർമുല? മിഡിൽ ടേം ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ നമ്പർ. എത്രയാ സമ്മ്? 300. എത്ര ടേം ഉണ്ട് ഇവിടെ? 3. അപ്പൊ മിഡിൽ ടേം എത്രയാ? 100. തീർന്നു പരിപാടി. മിഡിൽ ടേം 100 അല്ലേ? അടുത്ത എത്ര ആയിരിക്കും? അപ്പൊ ആഡ് ചെയ്ത് 70 ആഡ് ചെയ്ത് പോയേക്കണം. 30 70 ആഡ് ചെയ്തപ്പോഴല്ലേ 100 കിട്ടിയേ. 100 70 ആഡ് ചെയ്യണം. പ്ലസ് 70, 170 എല്ലാം കൂടെ കൂട്ടി വയ്ക്കും 300 കിട്ടുള്ളൂ. കണ്ടോ? ഓക്കെ, ഇങ്ങനെ വേണം ചെയ്യാനായിട്ട് കേട്ടോ. ഇതേപോലെ തന്നെ ചെയ്യേണ്ടതാണ് അടുത്ത. ഫസ്റ്റ് ടൈം 30 സം ഓഫ് അടുത്തല്ല, തേർഡ് ആണ്. ഇതേപോലെ ഉണ്ടാവും. നമുക്ക് തേർഡ് ചെയ്തിട്ട് സെക്കൻഡ് ചെയ്യാം, നല്ലത് കേട്ടോ. തേർഡ് ഇതേ സ്റ്റൈലിൽ ചെയ്യണ്ട. തേർഡ് ക്വസ്റ്റ്യൻ കേട്ടോ. തേർഡ് ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോ സം ഓഫ് ഫസ്റ്റ് 5 ടൈം 300 ആണ്, ഫസ്റ്റ് ടൈം 30 ആണ് അല്ലെ. സം ഓഫ് ഫസ്റ്റ് 5 ടേമിന്റെ സം 300 ആണ്. സം ഈസ് ഈക്വൽ ടു 300. ഓക്കെ, ഇവിടെ നടുക്കത്തെ ടൈം എത്രയാണ്? ഫസ്റ്റ് ടൈം എത്രയാണ്? ഫസ്റ്റ് ടൈം 30 ആണ്. എന്താ നമ്മുടെ മെത്തേഡ്? മിഡിൽ ടൈമിനെ കണ്ടെത്തുക എന്നുള്ള അല്ലെ. ഓട് എണ്ണം ഉള്ള ഒരു സീക്വൻസ് എന്നിട്ട് സം തന്നാൽ ഓട്ടനെ കണക്ട് ചെയ്തോളണം കേട്ടോ. മിഡിൽ ടൈം ആണെന്നുള്ള ഐഡിയ കണക്ട് ചെയ്തോളണം. മിഡിൽ ടൈം ഈസ് ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ നമ്പർ. എത്രയാ സം? 300. എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം. അപ്പൊ എന്ത് വരും? മിഡിൽ ടൈം 60. ഓക്കെ, ഇവിടെ നമുക്ക് മിഡിൽ ടൈം കിട്ടും 60. ഇത് തൊട്ടടുത്തുള്ള അല്ലാത്തതുകൊണ്ട് നമുക്ക് കോമൺ ഡിഫറൻസ് ഒന്ന് കാണേണ്ട വരും. ഇത് ഫസ്റ്റ് ടൈം അല്ലേ? ഇത് ഫസ്റ്റ് ആണ്, ഇത് തേർഡ് ആണ്. കോമൺ ഡിഫറൻസ് കാണാനുള്ള ഫോർമുല തേർഡിൽ നിന്ന് മുന്നിലുള്ളതിൽ നിന്ന് പുറകിലുള്ള കുറയ്ക്കണം കേട്ടോ. തേർഡിൽ നിന്ന് ഫസ്റ്റ് കുറയ്ക്കണം. ഡിവൈഡ് ബൈ 3 - 1. തേർഡ് മൈനസ് ഫസ്റ്റ് വരിക 60 - 30 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. ഇസ് ഈക്വൽ ടു 15. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് നമുക്ക് കിട്ടും 15. ഒന്ന് 15 ആഡ് ചെയ്ത് നോക്കി, ഓക്കെ ആയിരിക്കും. 30യുടെ കൂടെ 15 ആഡ് ചെയ്തേ 45. 45ന്റെ കൂടെ 15 ആഡ് ചെയ്താൽ 60. പിന്നെ 75, 90 എല്ലാം കൂടി ആഡ് ചെയ്ത് നോക്കി 300 കിട്ടും. 75, 150 കണ്ടോ? 300 ആയിരിക്കും സം കിട്ടാം. ഇതാണ് ഓഡിൽ ചെയ്യേണ്ടത്. ഇനി ഈവനിലേക്ക് വരുമ്പോ എന്താ ചെയ്യേണ്ടത് നോക്കിക്കോട്ടോ. ഈവനിലേക്ക് വരുമ്പോ അവർ പറഞ്ഞിരിക്കുന്നത് 4 ടേം ആണ്. 1, 2, 3, 4. എന്നിട്ട് ഈ 4 ടേമുകളുടെ സം എത്രയാന്ന് പറഞ്ഞേക്കുന്നത്? 300. ഫസ്റ്റ് ടൈം 30 ആണ് തന്നിട്ടുണ്ട് അല്ലെ. 4 ടേമുകളുടെയും സമ്മ് 300 ആണ്, ഫസ്റ്റ് ടൈം 30 ആണ്. എന്താ നമ്മുടെ ഐഡിയ? ഒന്ന് ആലോചിച്ച് നോക്കി. ഈവൻ ആണ് ഇവിടെ, ഈവൻ നമ്പർ ആണ് ടേമുകളുടെ എണ്ണം. എങ്ങനെ ചിന്തിക്കണം? പെയർ വെച്ച് ചിന്തിക്കണം കേട്ടോ. ഓർത്തോളണം കേട്ടോ. ഈവൻ നമ്പർ ടേമുകൾക്ക് തരുമ്പോൾ നമ്മൾ എങ്ങനെ ചിന്തിക്കണം? പെയർ വെച്ചെടുക്കണം കേട്ടോ. ഇതൊരു പെയർ, ഇതൊരു പെയർ. ഇവിടെ എത്ര പേരുണ്ട്? 2 പേർ. എല്ലാ പെയറുകളുടെയും സം എന്താണ്? ഈക്വൽ ആണ്. നമുക്കത് കണ്ടുപിടിക്കാം. അപ്പോ സം ഓഫ് പെയർ ഈസ് ഈക്വൽ ടു എന്താ ഫോർമുല? മറക്കരുത്, സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേം അല്ല, നമ്പർ ഓഫ് പെയർ. നമ്പർ ഓഫ് പെയർ. ഇവിടെ സം എത്രയാ? 300. എത്ര ജോഡിയുണ്ട്? 2 ജോഡി. അപ്പൊ എത്ര കിട്ടും? 150. അതായത് ഇവിടെ പെയറുകളുടെ സമ്മ് 150 ആണ്. നിങ്ങൾ തന്നെ ആലോചിക്കും, ശരിയല്ലേ? 150 ആണ്. സം എത്ര വരുന്നത്? 300. അപ്പൊ പെയറുകളുടെ സം കിട്ടിയില്ലേ? ഇനി എളുപ്പമല്ലേ? ഒന്ന് ആലോചിക്കേ. ഇത് 150 സം വരണം, ഇത് 30 ആണ്. ഇത് എത്ര ആയിരിക്കും? 120. 30യുടെ കൂടെ 120 കൂട്ടുമ്പോഴെല്ലാം 150 കിട്ടുക.
ഇനി ഇവരെ കണ്ടുപിടിക്കണം അല്ലെ. ഇവരെ കണ്ടുപിടിക്കാൻ നമുക്ക് നേരത്തെ എളുപ്പമുണ്ട്. നമ്മൾ നടുക്ക് കണ്ടുപിടിച്ചിട്ട് അപ്പുറം ഇപ്പുറം ചെയ്യുമായിരുന്നു ചെയ്യാറ്. പക്ഷെ ഇവിടെ ഫസ്റ്റ് ടൈം അവർ തന്നുപോയി, അതുകൊണ്ട് ഇങ്ങനെ തന്നെ പോകാൻ പറ്റുള്ളൂ കേട്ടോ. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണേ. എങ്ങനെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണേ? ഇത് ഫസ്റ്റ് ടൈം അല്ലേ, ഇത് ഫസ്റ്റ് ടൈം ആണ്, ഇത് ഫോർത്ത് ടൈം ആണ്. കോമൺ ഡിഫറൻസ് കാണാനുള്ള ഫോർമുല ഫോർത്തിൽ നിന്ന് ഫസ്റ്റ് കുറയ്ക്കണം അല്ലെ. കോമൺ ഡിഫറൻസ് കാണാൻ ഫോർത്തിൽ നിന്ന് ഫസ്റ്റ് കുറയ്ക്കണം. എന്നിട്ടോ ഡിവൈഡ് ചെയ്യേണ്ടത് 4ൽ നിന്ന് 1നെയാണ്. ഫോർത്ത് ടൈം എത്രയാ നമുക്ക് കിട്ടിയേക്കുന്നത് നോക്കി. ഫോർത്ത് ടൈം 120, ഫോർത്ത് ടൈം 120 ആണ്. അതിൽ നിന്ന് 30 കുറയ്ക്കും, ഡിവൈഡ് ബൈ 3 ചെയ്യും അല്ലെ. അപ്പൊ എന്ത് വരും? 90/3 വിച്ച് ഇസ് ഈക്വൽ ടു 30. അതായത് ഇവിടുത്തെ കോമൺ ഡിഫറൻസ് 30 ആണ്. 30 അങ്ങ് കൂട്ടി പോയാൽ മതി. 30യുടെ കൂടെ 30 കൂട്ടുമ്പോൾ 60, 60യുടെ കൂടെ 30 കൂട്ടുമ്പോൾ 90, 90യുടെ കൂടെ 30 കൂട്ടുമ്പോൾ 120. എല്ലാം കൂടി ആഡ് ചെയ്ത് നോക്കി 300 കിട്ടിയില്ലേ നോക്കി. 300 കിട്ടും കേട്ടാ. ഇനി ലാസ്റ്റ് വൺ, ഇപ്പൊ ചെയ്തതിന്റെ അതേ റിപ്പീറ്റ് മോഡാണ് ലാസ്റ്റ് വൺ, ഫോർത്ത് വൺ. അത് നോക്കിക്കോ. എത്ര ടേമാ? ടേമുകളുടെ എണ്ണം വല്ല വ്യത്യാസമുണ്ടോ? 6 ടേം ഉണ്ടോ? യെസ് ഉണ്ടോ. 6 ടേമുകളുടെ സമ്മ് 300, ഫസ്റ്റ് ടൈം 30 കേട്ടോ. 6 ടേമുകളുടെ സം 300 എന്ന് തന്നിട്ടുണ്ട്. 1 2 3 4 5 6 6 ടേമുകളുടെ സമ്മ് 300 ആണ്. സം ഈസ് ഇക്വൽ ടു 300. ഫസ്റ്റ് ടൈം അവര് ലോക്ക് ചെയ്തു പോയി, അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ലാസ്റ്റ് പേര് എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ നടക്കുന്നെടുത്ത് പോയാൽ മതിയായിരുന്നു. ഓക്കെ, ഐഡിയ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. ഇവിടെ എത്ര ടൈം ഉണ്ട്? 1 2 3 4 5 6. ഈവൻ അല്ലേ? ഈവൻ എന്താ ഐഡിയ? നമ്മൾ പെയറിന്റെ സം കണ്ടുപിടിക്കണം അല്ലെ. അതായത് ഇതൊരു പെയറാണ്, ഇതൊരു പെയറാണ്, ഇതൊരു പെയറാണ്. ടോട്ടൽ 3 പെയറാണ് ഇവിടെ ഉള്ളത് അല്ലെ. എങ്ങനെയാ സം ഓഫ് 1 പെയർ കാണണ്ടേ? സം ഓഫ് 1 പെയർ ഈസ് ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പെയർ ആണ് കേട്ടോ. നമ്പർ ഓഫ് ടേം അല്ല, നമ്പർ ഓഫ് പെയർ. ഇവിടെ എത്രയാ സമ്മ്? 300. എത്ര പേരുണ്ട്? 3 പേർ. അപ്പൊ ഒരു പേരിന്റെ സമ്മ് എത്രയാണ്? 100 ആണ് കിട്ടണ്ടേ. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? ഇവിടെ 30 ആണെങ്കിൽ ഇതിന്റെ ജോഡിയുടെ സമ്മ് എത്രയായിരിക്കും? 70 ആയിരിക്കും. ഇനി എന്ത് കണ്ടുപിടിക്കണം? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. എങ്ങനെയാ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണ്ടേ? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ 6th ടേമിൽ നിന്ന് ഫസ്റ്റ് ടൈം കുറച്ചിട്ട് 6ൽ നിന്ന് 1 കുറച്ചാൽ മതി. 6th ടൈം എത്രയാ നമുക്ക് കിട്ടിയായിരുന്നല്ലോ? 70 അല്ലെ. 70ൽ നിന്ന് 30 കുറയ്ക്കണം, താഴെ 6ൽ നിന്ന് 1 കുറയ്ക്കണം. അപ്പൊ എന്ത് വരും? 40/5 എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു 8 എന്ന് വരും. 40/5 8 കൂട്ടി പോയാൽ മതി നമ്മുടെ സീക്വൻസിൽ. ഇതാ ഇവിടെ നോക്കിക്കോ, കറക്റ്റ് ആയിരിക്കും. 30യുടെ കൂടെ 8 കൂട്ടിയ 38, 46, 54, 62, 8 കൂട്ടിയ കണ്ടോ കറക്റ്റ് ആണ്, 70 ആണ്. ഇതെല്ലാം കൂടെ കൂട്ടി നോക്കി, സമ്മ് നമുക്ക് കിട്ടുന്നത് 300 ആയിരിക്കും. ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ 1 അവസാനിച്ചു. ഇനി നമ്മൾ അടുത്തത് നെക്സ്റ്റ് ചാപ്റ്റർ 2ലേക്ക് കടക്കും, സർക്കിൾസ് പഠിക്കും. ഇത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.